കാരണനായ പരാപരനേയൻ മാരണകാരി മഹാശുതശീർഷം തീരയുടച്ചു തകർപ്പതിനായി ധീരതയോടവനിയിൽ അവതരിച്ചോരു കാരുണ്യ പൂരാക്കടലേ കരളലയുക ദിനമനു കാരുണ്യ പൂരാക്കടലേ. ആർക്കുമതീവ മനോഹരമാം നിൻ സ്വർഗയരൂശലേം മാളികയിൽ ഞാൻ ദീർഘയുഗം വസിച്ചാനന്ദബാഷ്പം വീഴ്ത്തിയാലും നിൻ കരുണയ്ക്കതു ബദലാമു കാരുണ്യ പൂരാ കടലേ കരളലിയുക ദിനമനു കാരുണ്യ പൂരാ കടലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. മനോഹരമായ ഒരു പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാനും കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിപ്പാനുമായി ദൈവം നമുക്ക് ധാരാളം അവസരങ്ങളെ നൽകട്ടെ. ഈ കഷ്ടസമ്പൂർണമായ ലോകത്ത് കർത്താവിനെ സേവിച്ച് വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്യട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യം നമുക്ക് വായിക്കാം. 6-ാം അധ്യായം 28-29 വാക്യം. ദൈവത്തിന് സ്തോത്രം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്നാൽ ദൈവത്തെ അനുസരിക്കുകയും ദൈവം അയച്ച തൻ്റെ ഓമനകുമാരനെ ദൈവപുത്രനെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ലോക മനുഷ്യർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യും. സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കും, പാവപ്പെട്ടവർക്കൊക്കെ കൈത്താങ്ങൽ നൽകും, ധർമ്മസ്ഥാപനങ്ങളെ സഹായിക്കും, പിന്നെ തീർത്ഥാടനങ്ങളൊക്കെ നടത്തും, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ഇതൊക്കെ നല്ലത് തന്നെ. ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ലല്ലോ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല. അതല്ലെങ്കിൽ ശരിയായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗം ഇതൊന്നുമല്ല. എന്നാൽ പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? അതാണ് കർത്താവ് പറഞ്ഞത്. അവനെ അയച്ച പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക. യോഹന്നാൻ 6-ാം അധ്യായം 28-29 വാക്യം. കർത്താവ് ജനത്തോട് പറഞ്ഞ വാക്കുകൾ ആണിത്.
കബർന്നഭൂമിയിലെത്തിയപ്പോൾ ഫിലിപ്പോസിനോട് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ കർത്താവ് പറഞ്ഞു. അവർ യേശുവിനെ അന്വേഷിച്ചു. തിന്നുവാൻ അപ്പം കിട്ടും എന്നാണ് അവർ വിചാരിച്ചത്. നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നത് അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അടയാളമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. നിത്യജീവങ്കിലേക്കുള്ള ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പീൻ. ഭൗതികമായ ഒരു ഭക്ഷണത്തിന് വേണ്ടിയല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതവർക്ക് കിട്ടി. ഇപ്പോൾ വീണ്ടും അന്വേഷിക്കുന്നത് എന്തിനാ? കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ അവർക്ക് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ യേശുവിനെ അന്വേഷിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞത് നിത്യജീവങ്കിലേക്കുള്ള ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പിക്കും. ഭൗതികമായത് തിന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ആത്മീയമായി കുടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. കർത്താവ് പറഞ്ഞ് ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും. ഇവിടെ ഇതാ നിത്യജീവങ്കിലേക്കുള്ള ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പിക്കും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെയാണ്? ദൈവപ്രസാദമുള്ള പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ജനം യേശുവിനോട്, മോശ ഞങ്ങൾക്ക് മരുഭൂമിയിൽ മന്ന തന്നത് തൃപ്തരാക്കിയല്ലോ. യേശു അതിന് മറുപടി പറഞ്ഞത്, അതെ, സ്വർഗത്തിൽ നിന്ന് തന്നത് സ്വർഗീയ അപ്പമാണ്. അത് തന്നത് ദൈവമാണ്, പ്രവൃത്തി കൊണ്ടല്ല, പ്രയത്നം കൊണ്ടുമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ ജീവൻ്റെ അപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ വെച്ച് അതായിരുന്നു സംഭവിച്ചത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് അപ്പം മാത്രമല്ല, അവന് നിത്യജീവൻ കൂടെ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ മാത്രമല്ല, രക്ഷയും പ്രദാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം, നീ രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയണം. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 നാം കാണുന്നല്ലോ. അതെ, രക്ഷ കൃപയാലാണ്, നമുക്കത് ദാനം ചെയ്തിരിക്കുക. അത് വിശ്വാസം മൂലം രക്ഷ ലഭിച്ച് സമാധാനം കർത്താവിൽ പ്രാപിക്കുവാനാണ്, ദൈവിക സമാധാനം പ്രാപിക്കുവാനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാകുവാനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:14-15 നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ഒന്നാമതായി യേശുവിൽ വിശ്വസിക്കണം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം. യേശു രക്ഷ ദാനം ചെയ്യുന്നു എന്ന് വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു ജീവൻ്റെ അപ്പമാണ്. ഭൗതികമായ ഭക്ഷണം മാത്രമല്ല, നിത്യജീവങ്കിലേക്ക്. ദൈവത്തിന് സ്തോത്രം. നാം ഭൗതികമായ ഭക്ഷണം 3 നേരം കഴിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ
നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, അത് ആത്മാവുണ്ട്, അതിന് ഭക്ഷണം വേണ്ടേ? ആ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, അത് കർത്താവാണ്. ആ ശരീരം പുറമേ ഉള്ള ശരീരം പുഷ്ടിപ്പെടുന്നത് പോലെ തന്നെ അകത്തുള്ള ശരീരം, അകത്തെ മനുഷ്യന് പുഷ്ടിപ്പെടുവാൻ അത് യേശുവിൻ്റെ കൃപ ആവശ്യമാണ്, അതിന് ദൈവവചനം ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ജീവൻ്റെ അപ്പമാണ് കർത്താവ്. അതെ, വചനം ജഡമായി തീർന്നു, അതാണ് യേശു ക്രിസ്തു. വചനം ആവശ്യമാണ്. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ വചനം ആവശ്യമാണ്. അതാണ് പൗലോസ് പറയുന്നത്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അത് ദൈവവചനം, അത് അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ പുറമേ ഉള്ള മനുഷ്യനെ നാം ശക്തിപ്പെടുത്തുവാൻ ഭൗതികമായ ഭക്ഷണങ്ങൾ 3 നേരം കഴിക്കുന്നു. കർത്താവ് ശിഷ്യന്മാർക്കത് ശിഷ്യന്മാരുമായിട്ട് ജനങ്ങളുമായിട്ട് കർത്താവ് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു. മറ്റനേക സന്ദർഭങ്ങളിലും കർത്താവ് ഭക്ഷിപ്പാൻ കൊടുത്തിട്ടുണ്ട്. അത് പുറമേ ഉള്ള ശരീരത്തിനുള്ള ഭക്ഷണമാണ്. എന്നാൽ അകത്തെ ഭക്ഷണം, അകത്തെ ശരീരത്തിന്, ആത്മാവിന് ഭക്ഷിപ്പാൻ അത് ദൈവവചനമാണ്. അതാ കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. യേശുവാകുന്ന അപ്പം കഴിക്കുന്നെങ്കിൽ മാത്രമേ. യേശുവാകുന്ന അപ്പം എന്ന് പറഞ്ഞാൽ അത് വചനമാണ്. വചനത്തിൻ്റെ ജഡ അവതാരമാണ് യേശു ക്രിസ്തു. യേശുവിൽ വിശ്വസിക്കണം, യേശുവിൽ ജീവിക്കണം, യേശുവിൻ്റെ വചനം ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ അകത്തെ മനുഷ്യൻ ആത്മാവ് ശക്തിപ്പെടൂ. ഈ ശരീരം, പുറമേ ഉള്ള ശരീരം എന്ന് വരെ പുഷ്ടിപ്പെടും? അത് മരിക്കുന്ന സമയം വരെ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കും. മരിക്കുന്ന സമയത്തിന് സ്വല്പം മുമ്പ് നമ്മുടെ ശരീരം ക്ഷീണിച്ച് ഒക്കെയാണല്ലോ ജീവൻ പോകുന്നത്. ചിലർക്ക് പെട്ടെന്ന് ശരീരം അറ്റാക്ക് മാത്രമൊക്കെ പോകാറുണ്ട്. എന്നാൽ ചില ദിവസങ്ങൾ കിടന്ന് രോഗികളായി മരിക്കാറുണ്ട്. അപ്പോൾ പുറമേ ഉള്ള മനുഷ്യനാണ് മരിച്ചു പോകുന്നത്. ആ ശരീരമാണ് ജഡം, അതാണ് മൺമറയുന്നത്. എന്നാൽ അകത്തൊരു ശരീരമുണ്ട്, അത് അപ്പോൾ ജീവൻ പ്രാപിക്കും. അകത്തെ ശരീരം നിത്യതയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് പോകാനുള്ളതാണ്. അത് ജീവൻ പ്രാപിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കണം. അതാ കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ആരംഭ നടപടിയാണ് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടു. അതാദ്യ പടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കണ്ടു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. നിത്യജീവൻ കണ്ടോ? നിത്യമായ ജീവൻ. പുറമേ ഉള്ള ജീവൻ മരിച്ച് ശവം മൺമറഞ്ഞാലും ആ നിത്യജീവൻ, നിത്യമായ ജീവൻ നിലനിൽക്കുന്നതാണ്. കർത്താവ് പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തിനാണ് യേശുവിനെ നൽകിയത് ഭൂമിയിലേക്ക്? അവൻ മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുവാൻ. എങ്ങനെ നിത്യജീവൻ പ്രാപിക്കും? അതാ യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ദൈവപ്രസാദം കിട്ടുമെന്ന് പല സ്നേഹിതരും വിചാരിക്കാറുണ്ട്. എന്നാൽ ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ദാനധർമ്മം കൊടുക്കുന്നത്, സാധുക്കളെ സഹായിക്കുന്നത്, പുണ്യസ്ഥലങ്ങളൊക്കെ പോകുന്നത്, ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഒക്കെ നല്ല കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. രണ്ടാമതായി, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കണം. അത് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് കാണാം.
ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും വാക്യത്തിൽ ശരീരയാഗമായി സമർപ്പിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പണ്ട് നടന്നതുപോലെ ഇനി നടക്കരുത്. നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിക്കരുത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനും നീതിക്കും അടിമകളായി സമർപ്പിക്കുകയും അത് ദഹനയാഗമായി തീരേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരങ്ങളെ ദഹനയാഗമായി തീർക്കണം. ലേവ്യപുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13 നാം വായിക്കുന്നു. മോശയോട് ദൈവം പറയുന്ന യാഗം ഇവിടെ ശ്രദ്ധേയമാണ്. യാഗമൃഗത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ തൊലിയൊരിച്ച് കളയണം, അതിൻ്റെ മാംസം ഖണ്ഡമായി നുറുക്കണം. അതിൻ്റെ ശേഷം നുറുക്കപ്പെട്ട മൃഗത്തെ യാഗപീഠത്തിന്മേൽ വയ്ക്കണം. അത് ദഹനയാഗമായി തീരണം. ഓരോ അവയവവും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവസ്തോത്രം. പഴയ നിയമത്തിൽ യാഗവസ്തുവിനെ ദഹിപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നാം നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോ അവയവങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളവീൻ, കൊലോസ്യർ 3:9-10, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഓരോ അവയവവും പൂർണ്ണമായി സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ശരീരം മുഴുവനും. യാഗപീഠത്തിൽ പഴയ നിയമത്തിൽ എന്ത് സംഭവിച്ചു? പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ യാഗമൃഗത്തെ കൊന്ന് തൊലി ഉരിച്ച് വെച്ചതുപോലെ പുതിയ നിയമത്തിലും യാഗം നടക്കണം. പക്ഷെ പുതിയ നിയമത്തിൽ നടക്കുന്ന യാഗം എങ്ങനെ? പഴയ നിയമത്തിലെ പോലെ യാഗം നടക്കണ്ട. അതെന്താ? അത് യേശു സർവ്വയാഗമായി തീർന്നു. കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ കാൽവരി ക്രൂശിൽ യേശു തന്നെത്താൻ യാഗം അർപ്പിച്ചപ്പോൾ പിന്നെ പഴയ നിയമത്തിലെ യാഗത്തിന് പ്രസക്തിയില്ല. അത് വെറുതെയാണ്. അതുകൊണ്ട് കാര്യമില്ല. അതൊരു നിഴലായിരുന്നു. അത് പൊരുളായപ്പോൾ, യാഥാർത്ഥ്യം കാൽവറിയിലായപ്പോൾ പിന്നെ പുതിയ നിയമത്തിൽ യാഗം കഴിക്കില്ല. പക്ഷേ പുതിയ നിയമത്തിൽ ഒരു യാഗം കഴിക്കണം. അതേതാണ്? അതാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുകയും. ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. ശരീരാവയവങ്ങളെ. അത് പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളൊന്നും കാണിക്കരുത്. പഴയ മനുഷ്യനെ പോലെ കോപിക്കരുത്. പഴയ മനുഷ്യനെ പോലെ ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത്. പഴയ പാതയിൽ നടക്കരുത്. അതിന് തലേ യാഗം കഴിക്കുന്നു, കൈയും കാലും യാഗം കഴിക്കുന്നു. ശരീരങ്ങളെ മുഴുവനായി ദൈവസന്നിധിയിൽ യാഗം കഴിക്കുന്നു. അതാ റോമാലേഖനത്തിൽ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൽ യാഗമുണ്ടോ? ഉണ്ട്. പുതിയ നിയമത്തിലെ യാഗം എന്താണ്? അവരവരെ തന്നെ ദൈവസന്നിധിയിൽ യാഗം കഴിക്കുന്നു. ആരാധനയ്ക്ക്. അതാണ് ആരാധന. പഴയ നിയമത്തിലെ ആരാധന തന്നെയാണ് പുതിയ നിയമത്തിലെയും ആരാധന. പക്ഷെ പഴയ നിയമത്തിലെ യാഗമൃഗത്തെ കൊല്ലുന്നു, ചാരം കാണുന്നു. യാഗപീഠത്തിൽ ഒരു പിടി ചാരം കണ്ടേച്ച് യാഗം കഴിക്കാൻ വരുന്നവർ പോകുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ അല്ലല്ലോ. പുതിയ നിയമത്തിൽ ബുദ്ധിയുള്ള ആരാധനയാണ്. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം. പുതിയ നിയമത്തിൽ ബുദ്ധിയുണ്ട്. അതെങ്ങനെയാണ്? പുതിയ നിയമത്തിൽ യാഗവസ്തു അവരവർ തന്നെയാണ്. അതിനെ മുഴുവൻ കൊന്നു, അതിനെ മരിപ്പിച്ചു. അതിൻ്റെ പഴയ മനുഷ്യൻ്റെ സ്വഭാവം മുഴുവൻ മരിപ്പിച്ചു, തോലുരിച്ചു, ക്രിസ്തുവിൽ ഒന്നാക്കി. അതിനെ ഖണ്ഡമായി ദൈവസന്നിധിയിൽ സ്വർഗീയ അഗ്നിയുടെ മുമ്പിൽ കത്തിച്ചു. എന്നിട്ട് ചാരമായോ? ഇല്ല. പിന്നെ ദൈവസന്നിധിയിൽ തന്നെ താൻ സമർപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നിട്ട് പോവുകയാണ്. പുതിയ സൃഷ്ടിയായി കൊണ്ടുപോവുകയാണ്. ഞാനല്ല, ഇനി ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. കണ്ടോ? പഴയ മനുഷ്യനെ കൊന്ന് പീസാക്കി ഖണ്ഡിച്ച് യാഗ അഗ്നിയിൽ കത്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു.
അതാണ് ദൈവപ്രസാദം. നാം ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഒന്ന്, കർത്താവിൽ വിശ്വസിക്കണം, ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. 2, ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി യാഗം കഴിക്കണം. പഴയ മനുഷ്യനെ പൂർണ്ണമായി സമർപ്പിക്കണം. പഴയ സ്വഭാവങ്ങളൊന്നും പാടില്ല, എല്ലാം സ്വർഗീയ അഗ്നിയുടെ മുമ്പിൽ കത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. 3-ാമതായി, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മെപ്പോഴും കർത്താവിനെ സ്തുതിക്കണം. 50-ാം സങ്കീർത്തനത്തിൻ്റെ 23 തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവർക്ക് തൻ്റെ രക്ഷയെ കാണിക്കും. സ്തോത്രം ചെയ്യേണ്ടത് എപ്പോഴും നല്ലതാണ്. 118-1 അവന് സ്തോത്രം ചെയ്യുന്നത് നല്ലത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ നല്ലവനായതുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മോടുള്ള അവൻ്റെ ദയ വലിയതാകൊണ്ടാണ് നാം അവന് സ്തോത്രം ചെയ്യുന്നത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ രക്ഷിക്കാനാണ്, അല്ലാതെ ന്യായം വിധിക്കാൻ അല്ല. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിൽ അല്ലോ ദൈവം പ്രസാദിക്കുന്നത്. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അവനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. ലോക കോടതിയിൽ ഒരുവൻ കുറ്റക്കാരൻ എന്ന് കണ്ടു, അവന് ന്യായവിധി എഴുതി. എന്നാൽ അവൻ്റെ ശിക്ഷ ഇതുവരെയും നടന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്ത ദൈവ പൈതൽ, പാപത്തിൻ്റെ ശമ്പളം മരണമായ ദൈവിക വ്യവസ്ഥ, ആ മരണം കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവനിലൊരു വ്യക്തി വിശ്വസിച്ചാൽ, കർത്താവേ നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് അവനിൽ വിശ്വസിച്ചാൽ, പിന്നെ യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവകോപം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. 5-ാമതായി, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നു. ദൈവത്തോട് കൂടെ നടക്കണം. എഫേസ്യർ 5:8-9, സങ്കീർത്തനം 1:1 പഴയ മനുഷ്യനോട് യാത്ര പോകരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിരിക്കരുത്, പഴയ മനുഷ്യൻ്റെ പ്രകൃതത്തിൽ പോകരുത്, വെളിച്ചത്തിൻ്റെ വഴിയിൽ നടക്കണം. വെളിച്ചത്തിൻ്റെ അവകാശത്തിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കൊലോസ്യർ 1:13. മാത്രമല്ല, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്തിരിക്കുകയല്ലേ. പിന്നെ ഒരിക്കലും ഇരുട്ടിൽ തപ്പരുത്, ഇരുട്ടിൽ നടക്കരുത്, അന്ധകാരത്തിൽ നടക്കരുത്. പുത്രനാകുന്ന ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം പിന്നെ കർത്താവിലേക്ക് നോക്കണം. അവൻ വെളിച്ചം, അവനാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുന്ന സമയത്ത് ക്രിസ്തു വെളിച്ചം നമ്മിലേക്ക് വന്നു. പിന്നെ ആ വെളിച്ചത്തിലേ നടക്കാവുള്ളൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുക. പിന്നെ ഇരുട്ടിൻ്റെ പ്രവൃത്തി ചെയ്യരുത്, അവൻ്റെ പ്രകാശത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. അതുകൊണ്ട് നാം ദൈവത്തെ എപ്പോഴും സ്തുതിക്കണം. മുമ്പ് നാം പ്രകൃതികളാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു, എഫേസ്യർ 2:3. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും ചെയ്തു. തന്നെയുമല്ല, 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. അങ്ങനെ സാക്ഷ്യമുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, കർത്താവിന് ഹിതമാമണ്ണം അവനെ പ്രസാദിപ്പിച്ച് എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ദൈവമായ കർത്താവിനാൽ
നമുക്ക് കൃപ നൽകട്ടെ. പരിശുദ്ധ പിതാവേ, നിൻ്റെ ഹിതമനുസരിച്ച് സമർപ്പണമുള്ളവരായി നിന്നിൽ വിശ്വസിച്ച് പൂർണ്ണമായി സമർപ്പിച്ച് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ തന്നെ യാഗം കഴിച്ച് സ്തോത്രത്തിലെപ്പോഴും ജാഗരിച്ച് പുതിയ മനുഷ്യൻ ക്രിസ്തുവിനെ ധരിച്ച് വെളിച്ചത്തിൻ്റെ മക്കളായി വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ ജനത്തെ സമർപ്പിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.